ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ദാ ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് നിൽക്കുകയാണ്. കാരണം വെളുപ്പിന് തന്നെ മഞ്ഞൊക്കെ ഉണ്ട്, പക്ഷേ വെയിലേറ്റൊക്കെ വൈകിട്ടാകുമ്പോഴേക്കൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നേരം ഒന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. 1-2 ആഴ്ച മുൻപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ ഇടവിട്ട് മഴയൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും നനയ്ക്കേണ്ടതായിട്ട് വന്നിരുന്നില്ല. അപ്പോൾ ആ നനവൊക്കെ ഇപ്പോൾ ദാ വിട്ടു മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്നും നനയ്ക്കണം. നമ്മുടെ തക്കാളിക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ തക്കാളിയിലും പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ പൂവൊക്കെ ഇടും, അതിന് ശേഷം കായ് പിടിക്കാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ പ്രാണികളൊന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെണ്ടുമല്ലിപ്പൂക്കളൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രാണികളൊക്കെ ഈ പൂക്കളിലേക്ക് അങ്ങോട്ട് ആകർഷിച്ച് പോയിക്കോളും, നമ്മുടെ ചെടികളെയൊക്കെ വെറുതെ വിടും എന്നൊക്കെയാണ് എൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുറച്ച് നമ്മുടെ കണ്ണാടി ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വല്ലാത്തൊരു വാട്ടാണ് ഉച്ച തിരിയുമ്പോഴേക്കും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെടികളുടെ അടുത്ത് നിൽക്കുന്ന ആ ചെറിയ ചേമ്പുണ്ടല്ലോ, അതാണ് ചീരച്ചേമ്പ്. അപ്പോൾ ആ ചീരച്ചേമ്പൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ തണ്ടുമിലയൊക്കെ എടുത്ത് ചീര വെക്കുന്നത് പോലെ തന്നെ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. ഇനി മുതൽ അങ്ങോട്ട് എന്തായാലും നമ്മുടെ ചെടികളും മറ്റുമൊക്കെ അല്ലെങ്കിൽ നനയ്ക്കേണ്ടതായിട്ട് വരും. ഇവിടെ മണ്ണൊക്കെ കണ്ടില്ലേ, നല്ല പോലെ ഉണങ്ങിയൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നനച്ചെങ്കിൽ മാത്രമാണ് ആ ചെടികൾക്കൊക്കെ ഉഷാറായിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഉഷാറായിട്ട് നനയ്ക്കാനുള്ള വെള്ളമൊക്കെ നമ്മുടെ കിണറ്റിലുണ്ട്. പക്ഷേ ഏപ്രിൽ ലാസ്റ്റ് അങ്ങോട്ട് ആകുന്നതോട് കൂടിയിട്ട് നമുക്ക് വെള്ളത്തിന് ക്ഷാമമായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ജലീലിൻ്റെ വീട്ടിൽ നിന്ന് ജലീലും അഫീലിയൊക്കെ കൂടി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ അടിച്ച് തന്നിട്ടൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ ചെടികൾക്കൊക്കെ നനയ്ക്കാനായിട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. രാവിലെ വെള്ളം ചൂടാക്കുന്ന കലമൊക്കെയാണ് നമ്മൾ തേച്ച് കഴുകിയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ നിലവിളക്കും തേച്ച് മിനുക്കിയൊക്കെ എടുക്കും അല്ലേ. അപ്പോൾ നിലവിളക്ക് തേച്ച് മിനുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അല്ലേ. അങ്ങനെ നല്ല മിനുങ്ങി തിളങ്ങി നിൽക്കുന്ന ആ വിളക്കിൽ എണ്ണയൊക്കെ ഇട്ടിട്ട് തിരിയൊക്കെ കത്തിക്കുമ്പോൾ നല്ല സ്വർണ്ണം പോലെയായിട്ട് പ്രകാശിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ ഇത് കരി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മോശമായിരിക്കുകയൊക്കെ ചെയ്യുക. അപ്പം അമ്മയൊക്കെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിളക്കൊക്കെ കരി പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുടുംബത്തിൻ്റെ ഐശ്വര്യം തന്നെ പോകും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്നും പറ്റുന്നതും നമ്മൾ ഇതിൽ കരിയൊന്നും പിടിക്കാതെ നമ്മൾ തേച്ച് കഴുകാനായിട്ട് നോക്കണം. നമ്മുടെ വീട്ടിൽ ഇരുമ്പമ്പുളി ഇപ്പോൾ ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇരുമ്പമ്പുളി ഇങ്ങനെ വളർന്ന് വലുതായി നല്ല ഇങ്ങനെ പഴുത്ത പോലെയാകുമ്പോൾ ആ പുളി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വിളക്ക് അങ്ങോട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ വയ്ക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ പഴുത്ത് വരുമ്പോൾ ഞാൻ അത് വിളക്ക് തേക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കോൽപ്പുളി ഉപയോഗിച്ചും നമ്മുടെ നിലവിളക്കൊക്കെ തേക്കുമല്ലേ. അപ്പോൾ അതിനേക്കാളൊക്കെ പെട്ടെന്ന് തന്നെ നല്ല നിറം വയ്ക്കുന്നത് ഈ ഇരുമ്പമ്പുളിയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്കും ആ ഇരുമ്പമ്പുളി പഴുത്തത് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ദാ കഴുകിയിട്ടിരിക്കുന്ന തുണികളൊക്കെ കൊണ്ടുവരാണ്, അത് മടക്കി എടുത്ത് വെക്കാനാണ്. നമ്മുടെ നിക്കുമോൻ ദാ ഇവിടെ കുറച്ച് നേരം കൂടിൻ്റെ മുകളിലൊക്കെ നിൽക്കും, പിന്നെ കുറച്ച് പുറത്തിറങ്ങി നിൽക്കും. അങ്ങനെ അവന് ഞാൻ പാത്രത്തിൽ കുറച്ച് തീറ്റയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ കൊത്തി തിന്നും കേട്ടോ. അവനിവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കാക്കമ്മയുണ്ട്. ആ കാക്കമ്മയ്ക്ക് 2 മക്കളും ഉണ്ട്. അപ്പോൾ ആ കാക്കമ്മ മക്കളെയും കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് കോരി അങ്ങോട്ട് 2 കാക്കക്കുഞ്ഞുങ്ങളുടെയും വായിൽ വെച്ച് കൊടുക്കുന്ന കാഴ്ച കാണാനായിട്ട് മൗഗ്ലിയും ഇങ്ങനെ എത്തി നോക്കി വരാറുണ്ട് കേട്ടോ. പക്ഷെ കാക്കമ്മേനെ പേടിയാന്ന് തോന്നണം മൗഗ്ലിക്ക്. അതുകൊണ്ട് മൗഗ്ലി അങ്ങനെ ആക്രമിക്കൊന്നുമില്ല, അകലെ നിന്നിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തേപ്പൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ മുത്തിരുന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ സലാഡിന് കുക്കുംബറൊക്കെ ഇങ്ങനെ സ്ലൈസായിട്ട് അരിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പോൾ മിക്ക ദിവസവും ഇതിങ്ങനെ വാങ്ങും. ഈ ഉച്ച തിരിഞ്ഞ സമയത്തൊക്കെ ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അതുകൂടാതെ ആ പിള്ളേർ രണ്ടും കൂടി കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ മുത്ത് ശർക്കര ഉരുക്കുമ്പോഴേക്കും ചിഞ്ചു പോയി കഴിഞ്ഞ് ഇലയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇതിലേക്കാണ് അത് പകർത്താമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനുണ്ടല്ലോ ഇതിൻ്റെ മുഴുവൻ ഭാഗവും പിടിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ചെടി നനയ്ക്കാനായിട്ട് പോവുകയൊക്കെ ചെയ്തു.
ഇനി ഞങ്ങളുണ്ടല്ലോ സൺഡേ വൈകിട്ട് ഞങ്ങളൊരു യാത്ര പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഞങ്ങൾ മുനമ്പം ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടായിരുന്നു, രമേശേണ്ണനും മക്കളും, പിന്നെ അതുപോലെ തന്നെ രമേശേണ്ണൻ്റെ ചേട്ടനും വൈഫും മക്കളും, പിന്നെ രമേശേണ്ണൻ്റെ 3 ചേച്ചിമാരുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ചേച്ചിമാരും പിന്നെ ഒരു ചേച്ചിയുടെ ഒരു മരുമകളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ 2 കാറിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഇതുപോലെ അങ്ങോട്ട് ബീച്ചിലേക്ക് നടക്കണം. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് കണ്ടില്ലേ, മുനമ്പം എഴുതിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്തിനു പറയുന്നു, ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്നോ വീഡിയോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹത്തിൽ ഓടി ഇങ്ങോട്ട് എത്തിയതാണ് കേട്ടോ. പക്ഷെ വെയിൽ കൊണ്ട് കണ്ണങ്ങോട്ട് കാണാൻ വയ്യ. നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്കൊരു വെയിലാണ്. സമയമാണെങ്കിൽ ഒരു 4:15 ആയിരിക്കുന്നത് വൈകിട്ട്. പക്ഷേ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഞങ്ങളുടെ തറവാട്ടിൽ, അതായത് തൈവളപ്പിലെ തറവാട്ടിലെ പാട്ടും കളത്തിനും ഇതിനൊക്കെ വേണ്ടി കൂടിയതാണ്. പിന്നെ 2 ദിവസം ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ ബീച്ചിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ ചേച്ചിമാർക്കാണെങ്കിലും എല്ലാവരും ഒരുമിച്ചൊക്കെ ഇങ്ങനെ കാണാൻ ഇതുപോലെയൊക്കെയുള്ള ഒരു ഒത്തുചേരലാണ്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ പിള്ളേരും എല്ലാവരും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യും കേട്ടോ. പെട്ടെന്ന് നമുക്ക് പോയി വരാൻ പറ്റിയ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലം ഏതാണെന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ നോക്കും. അപ്പോൾ ഇത് ചെറായി ബീച്ചിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതായത് ചെറായി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ടാണെങ്കിലാണ് ഈ മുനമ്പം. അപ്പോൾ ചെറായി ബീച്ചിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് കേട്ടോ. പക്ഷെ മുനമ്പത്ത് പോയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെയിലൊക്കെ മങ്ങാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ നോക്കി നിൽക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കടലിലൊക്കെ കുറച്ച് നേരം ഇറങ്ങിയൊക്കെ കളിച്ചു കേട്ടോ. അപ്പോൾ ഈ മണലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവലോസ് പൊടി വിതറിയിട്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ. അത്ര നല്ല ഗോൾഡൻ കളറിലായിട്ടുള്ള മണലാണല്ലോ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കുക. പിന്നെ ഇത് കൂടാതെ ബോട്ടിംഗ് എന്ന് പറയാൻ പറ്റിയ പല ഷേപ്പിലുള്ള ബോട്ടുകളാണ് കേട്ടോ. അതിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കിടന്ന് പോകുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഇരുന്ന് പോകുന്നതുണ്ട്. അങ്ങനെ പല തരത്തിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ആ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിലിങ്ങനെ വഞ്ചി പോലെ പോയിട്ട് പിന്നെ കണ്ടില്ലേ, അവിടെ എത്തുമ്പോൾ അതങ്ങോട്ട് ചെരിച്ചങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് താഴത്തേക്ക് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ അതങ്ങനെയാണ്. ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്തു. പക്ഷെ അങ്ങനെയൊന്നല്ല. പിന്നത്തെ റൗണ്ടും ഇങ്ങനെ പോയി ആൾക്കാർ വരുമ്പോൾ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ചെരിച്ചാണ് കേട്ടോ ആൾക്കാരിങ്ങനെ തട്ടിയിട്ട് പോലെ ചെരിച്ചിട്ടും കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് ഇറക്കമൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അതൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ആൾക്കാർ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാനായിട്ട് നല്ല രസമാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ തിരമാലകളൊന്നും ഇല്ല. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒക്കെ ഒരു ഓളങ്ങൾ എന്നാ പറയാൻ പറ്റുള്ളൂ. അത്ര സ്ലോവിലായിട്ടാണ് വരുന്നത്. ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ആൾക്കാർ കൂടുതലായിട്ടും ഇങ്ങനെ മീൻ പിടിക്കാനായിട്ടൊക്കെ നിൽക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ദാ ചിഞ്ചും മുത്തും അതുപോലെ തന്നെ ഇത് അക്കുവാണ് കേട്ടോ, ചേട്ടൻ്റെ മകളാണ്. പിന്നെ ഇതാണെങ്കിൽ മരുമകളാണ്, മറ്റൊരു ചേച്ചിയുടെ മരുമകളാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി മുട്ട ബജിയാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഇനി ബജിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഐസ്ക്രീമായി. ഐസ്ക്രീം ഏത് ഫ്ലേവർ വേണമെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ വിളിച്ചങ്ങോട്ട് പറഞ്ഞു കേട്ടോ, എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം മതിയെന്ന് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോൾ എവിടെ വെച്ചായാലും ഞാൻ അത് തന്നെയാണ് കഴിക്കുക. അതില്ലെങ്കിൽ മാത്രമാണ് വേറെ ഏതെങ്കിലും ഫ്ലേവറൊക്കെ വാങ്ങി കഴിക്കുകയുള്ളൂ കേട്ടോ. അതിന് ശേഷം ഞാനൊരു ഇതാണ് വാങ്ങിയത്, പഴംപൊരി ഞാൻ വാങ്ങി കേട്ടോ. കാരണം ആ എഗ് ബജി എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പഴംപൊരി വാങ്ങിയത് കേട്ടോ. അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ചോളപ്പൊരി, സ്പ്രൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ കാണുന്ന നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ കേട്ടോ. അപ്പോൾ ചിഞ്ചുവിന് നെല്ലിക്ക വേണം, പിന്നെ അക്കൂനാണെങ്കിൽ മാങ്ങ വേണം. അങ്ങനെ പല സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി ഇങ്ങനെ കഴിച്ചു കേട്ടോ. കാര്യം നമ്മുടെ വീട്ടിൽ ഈ വക സാധനങ്ങളൊക്കെ വെച്ചാലും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ വായിൽ വെള്ളം ഊറും. അപ്പോൾ ഈ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കക്കയായിരുന്നു കേട്ടോ കാണിച്ചിരുന്നത്. നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ മക്കളാണെങ്കിൽ അങ്ങ് ദൂരേക്ക് വരെ ഓടിയൊക്കെ പോകും കേട്ടോ. അവർ കൈ പിടിച്ച് അങ്ങനെയൊക്കെ പോവും. ഇടയ്ക്കാണ് അവരെ ഒന്നിങ്ങനെ അടുത്ത് കാണാൻ കിട്ടുക.
അങ്ങനെ കുറേ സമയം ഞങ്ങളവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഇടയ്ക്കൊക്കെ ഒത്തുചേരാറുണ്ട് എന്നുണ്ടെങ്കിലും ഒരു യാത്ര പോകാനായിട്ട് ഒരുമിക്കാനായിട്ട് ആർക്കും അങ്ങനെ എന്താ പറയുക ഒരു ഡേറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ ഒരു ടൈം കിട്ടില്ല. നമുക്ക് പലർക്കും പല ജോലികളാണല്ലോ. അപ്പോൾ ഒരുമിച്ച് ഒരു ലീവ് എടുക്കാനോ മറ്റോ ഒന്നും അങ്ങനെ പറ്റാറില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞ് യാത്രയെങ്കിലും പോകാനായിട്ട് പറ്റിയത്. അപ്പോൾ ഈ ഒത്തുചേരൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.